ഇത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്നല്ലെങ്കിൽ ഓയിലിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കൻ ലെഗിന് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ശരിക്കും പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും അത്രയ്ക്ക് മസാല പിടിക്കില്ല. പിന്നെ ഇത് കാണാനും നല്ല ഭംഗിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മുളകിൻ്റെ പൊടി ചേർക്കണില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. പിന്നെ വലിയ ജീരകവും വേണം, ചെറിയ ജീരകവും വേണം. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇത് നല്ല തിക്ക് പേസ്റ്റ് പോലെ വേണം അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 6 ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ ഓരോ ലെഗ് പീസായിട്ട് എടുക്കുക. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഏറ്റവും അവസാനം വരുന്നുണ്ടല്ലോ ഈ ലെഗിൻ്റെ ഇവിടെ, അവിടെ എല്ലാ സൈഡും ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ശരിക്കും പിടിക്കുകയും ചെയ്യും. പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനായിരുന്നാലും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാ പീസും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതേപോലെ കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനീഗറും ചേർക്കുക. ഫസ്റ്റ് ഉപ്പ് ചേർക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. വിനീഗർ ചേർക്കുക. ഞാനിവിടെ സാധാരണ പ്ലെയിൻ വിനീഗറാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വിനീഗറും ഉപ്പും നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും വിനീഗറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ഉണ്ടല്ലോ, ആ മസാല ചേർക്കുക. ഇതിലേക്ക് നമുക്ക് തേനും ചേർക്കണം. ഇതിലേക്ക് തേൻ ചേർക്കുക. തേനും ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ആ തേനും കൂടിയും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. ഞാനിതിവിടെ പാനിൽ വെച്ചിട്ടാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണ പോലെ നിങ്ങളുടെ ഓവനിൽ ബ്രോയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്തിടുമ്പോൾ മുകളിൽ നിന്ന് ഹീറ്റ് വരും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ മുകളിൽ നിന്ന് ഹീറ്റ് വരുമ്പോൾ ഏറ്റവും മുകളിലത്തെ റോല് വെക്കാണ്ട് അടിയിലായിട്ടുള്ള അല്ലെങ്കിൽ മിഡിലായിട്ടുള്ള റോല് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും.
അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ ഞാനിവിടെ ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് കാസ്റ്റ് അയണിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെയാണ് നല്ല കട്ടിയുള്ള പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാൻ എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. ഞാനിവിടെ കോൺ ഓയിലാണ് ചേർക്കുന്നത്. സാധാരണ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ കോൺ ഓയിലാണ് എടുക്കാറ്. ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ചേർക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിടുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം. ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് അതിന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് വരുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് മൂടിയും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചാൽ മതി. പിന്നെ ഒരേ സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹണി ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ ടേസ്റ്റ് അല്ല. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കുരുമുളകും അരച്ച് ചേർത്തേക്കുന്നത് കൊണ്ടും ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ പാനിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.